നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഇ അന്വേഷണം വരും എന്ന സാധ്യത തെളിഞ്ഞതോടെ CPM നേതൃത്വം ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. തങ്ങളുടെ പ്രമുഖരായ പല നേതാക്കളും ഇഡിയുടെ വലയിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്നവർക്ക് നന്നായിട്ടറിയാം. ഇതിന് പ്രധാന കാരണമായി മാറിയത് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നത് തങ്ങൾ വിലക്കിയിട്ടില്ല എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ ഈയിടെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് CPMന് ഇപ്പോൾ ഇക്കാര്യത്തിൽ വല്ലാത്ത ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കാരണം അത്രയും വലിയ തുകകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൈമാറിയിട്ടുള്ളത് എന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇ ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നത്. നേരത്തെ അവർ റാന്നി കോടതിയിൽ ഇതിൻ്റെ FIRഉം മറ്റ് വിശദാംശങ്ങളും ആവശ്യപ്പെട്ട് അന്ന് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു ഇ. എന്നാൽ മജിസ്ട്രേറ്റ് കോടതിയാകട്ടെ ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ ഒരു കേസാണ് എന്നുള്ള നിലയിൽ അന്ന് ഇതിൻ്റെ രേഖകൾ തരാൻ വിസമ്മതിച്ചു. അങ്ങനെയാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇ തീരുമാനിച്ചത്. കൊച്ചി സോണൽ ഓഫീസിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ഹൈക്കോടതിയെ ഇക്കാര്യത്തിൽ സമീപിച്ചത്. ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഹൈക്കോടതി കൂടി വ്യക്തമാക്കിയതോടെ ഇനി അങ്ങോട്ട് ഇ സജീവമായി രംഗത്തിറങ്ങും എന്നുള്ളത് ഉറപ്പായി. CPMനെ സംബന്ധിച്ചിടത്തോളം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ഇ ചോദ്യം ചെയ്യേണ്ട ഒരവസ്ഥ വന്നാൽ അത് തങ്ങളെ വല്ലാത്ത വെട്ടിലാക്കും, കുരുക്കിലാക്കും എന്നുള്ള കാര്യം CPM നേതൃത്വത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. സ്വർണ്ണക്കൊള്ള കൂടാതെ ഇതിൻ്റെ മറവിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ CPM നേതൃത്വം ഇക്കാര്യത്തിൽ കടുത്ത ആശങ്കയിലായിരുന്നു. മാത്രമല്ല ഇവിടെ പ്രധാനമായും ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുന്ന CPM മാത്രമാണ്. മറ്റ് ഘടകകക്ഷിയിലെ അംഗങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴും അഴിമതിയുടെ പ്രധാന സൂചി നേരെ നിൽക്കുന്നത് CPM നേതാക്കൾക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇക്കാര്യത്തിൽ അമിതമായ ഉത്കണ്ഠയുമുണ്ട്. അതേസമയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. 3-4 മാസങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഈ സമയത്ത് BJP തങ്ങൾക്ക് ശബരിമല വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇ അന്വേഷണം കൂടി ശക്തിപ്പെടുത്താനുള്ള സാധ്യത തെളിഞ്ഞ ഒരവസ്ഥയിലാണ് ഇപ്പോൾ CPM നേതൃത്വം ഇതിനെ വല്ലാതെ ഭയക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കള്ളപ്പണ ഇടപാടുകളും മറ്റും അന്വേഷിക്കാൻ ഇ കൂടി എത്തിയാൽ CPMൻ്റെ പ്രമുഖരായ പല നേതാക്കളും അകത്താകും എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എല്ലാവരും ചുറ്റിപ്പറ്റി നിരവധി ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം പല പ്രമുഖരെയും ചോദ്യം ചെയ്യുകയും ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റും മുൻ CPM MLA ആയ പത്മകുമാറിനെയും അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവർ ജയിലിൽ കഴിയുകയാണ് എങ്കിൽ പോലും CPMൻ്റെ അത്യുന്നതങ്ങളിലേക്ക് ഇതിൻ്റെ മുന എത്തിയിട്ടില്ല എന്നുള്ളത് CPMന് ഇത്രയും നാൾ ഒരുവിധ ആശ്വാസം പകർന്നിരുന്നു എങ്കിൽ ഇനി അങ്ങോട്ട് ഇ ആണ് അന്വേഷിക്കാൻ എത്തുന്നതെങ്കിൽ ശരിക്കും അവർ പ്രതിക്കൂട്ടിലാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതോടൊപ്പമാകും കള്ളപ്പണ ഇടപാടും അന്വേഷിക്കുക. ഇതിന് ഇനി ഇ ആവശ്യം റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവാണ്. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് കീഴ്ക്കോടതിയെ സമീപിക്കാനാണ്. അങ്ങനെ തങ്ങൾക്ക് ഇതിൻ്റെ FIRഉം മറ്റ് വിശദാംശങ്ങളും തെളിവുകളും എല്ലാം ആവശ്യപ്പെട്ട് ഇ ഇനി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം. റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അങ്ങോട്ട് അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുക. അങ്ങനെ സംഭവിക്കുമെന്നതിനാണ് നിലവിൽ എല്ലാവരും കരുതുന്നത്. ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള വിവാദം കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന സമയത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം വരികയും പൊതുവെ മാധ്യമങ്ങളുടെ ജനങ്ങളെത്തിന് ശ്രദ്ധ അങ്ങോട്ട് മാറുകയും ചെയ്തത് എന്നുള്ളത് പ്രത്യേകം നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. ഏതായാലും സ്വർണ്ണക്കൊള്ള അങ്ങനെ അങ്ങ് വിടാൻ BJPയും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഇ കൊണ്ട് തന്നെ ഈ കേസ് ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുത്തിട്ടുണ്ടോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. ഇ സംബന്ധിച്ചിടത്തോളം നേരത്തെ കേരളത്തിൽ അവർ അന്വേഷിച്ച സർക്കാരുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രമുഖ ഇടതു നേതാക്കളുമായി ബന്ധപ്പെട്ട അന്വേഷണം പലതും ഇപ്പോഴും വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർ അന്വേഷണം നടത്തിയാൽ അതിൻ്റെ റിസൾട്ട് കൂടി പെട്ടെന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇ കേരളത്തിലെ CPM നേതാക്കളുമായി അവരുടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ട് നടത്തിയ പല അന്വേഷണങ്ങളുടെയും ഭാവി ഏതുവരെയായി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യത ലഭിച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണെങ്കിലും പല പ്രമുഖരുടെയൊക്കെ തന്നെ CPMലെ പ്രധാന നേതാക്കളുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളുടെയൊക്കെ പേരിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിനൊന്നും ഒരു അന്തിമ രൂപമായിട്ടില്ല എന്നുള്ള രൂക്ഷമായ വിമർശനം വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇ ഇത്തരത്തിലുള്ള ഒരു നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നത്. ഏതായാലും അയ്യപ്പനെ മുതൽ കൊള്ളയടിക്കാൻ ഇറങ്ങിയ നേതാക്കന്മാർ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കൂടി ഇവരിൽ പലരും പ്രതികളാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിനെ പോലും തങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറും എന്ന ഭയവും CPM നേതൃത്വത്തിനുണ്ട്.